എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൃഷ്ണമോളോടും ബബിതയോടും ക്ഷമയോ ചെയ്യുന്നെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ബബിതയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. അതൊന്നും സാരമില്ല രോഹിട്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണും തുടച്ചിട്ട് പെട്ടെന്ന് ബബിത അങ്ങ് പോകും. പോയി കഴിയുമ്പോഴേക്കും അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ രോഹിയേട്ടനെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം എടുത്തു കൊടുക്കുക, ഞാൻ എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്. അന്നേരം കൃഷ്ണമോൾക്ക് തമാശ, കൃഷ്ണമോൾ വാ അമ്മൂമ്മയുടെ കൂടെ വാ മോനി, ഞാൻ നാരങ്ങ മേടിച്ച് തരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കവളെ പിടിച്ചൊരു ഞെക്കൊക്കെ കൊടുത്തിട്ട് ആ കയ്യെ പിടിച്ചങ്ങ് പോവുകയാണ്. അന്നേരം രോഹി ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖമൊക്കെ ഒന്ന് തുടച്ച് കണ്ണീരൊക്കെ തുടച്ചിട്ട് പോയെന്ന് പറയുന്നു. അങ്ങനെ മുഖമൊക്കെ തുടച്ചിട്ട് രോഹി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛനും താഴേക്ക് പോകാൻ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ വന്ന് അലീനയുടെ കയ്യിലങ്ങ് പിടിക്കും. എന്നിട്ട് പറയുവാണ്, നീ എവിടെ നിന്നൊക്കെയാണ് ഓരോരുത്തരെ വാരി കൂട്ടിപ്പെറുക്കി വരുന്നത് എന്ന് എനിക്കറിയാം, ഇതിനൊക്കെ ഞാൻ എന്താ മോളെ നിന്നോട് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അച്ഛനൊന്നും എന്നോട് പറയണ്ട, എൻ്റെ സ്വന്തം അച്ഛനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്, അതുകൊണ്ട് ഇതിനപ്പുറം വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പറയരുത് എന്ന് പറയുന്നു. ബാലേന്ദ്രൻ ആ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മുഖത്തോട്ട് ചേർത്ത് പിടിച്ച് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി റൂമിലിരുന്നല്ലേ ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ, ബാക്കിയുള്ളവരുടെ കൂടെ പോയിരിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിച്ച് പ്ലേറ്റൊക്കെ അവിടെ വെച്ച് കൈയൊക്കെ കഴുകിയിട്ട് ഇറങ്ങി വരുന്നേക്കുമാണ് രോഹിത് റൂമിൽ തട്ടുന്നത്. ആരാ എന്നിങ്ങനെ ഒരു അസഹിഷ്ണുതയോടെയാണ് എപ്പോഴും ചോദ്യവും പറച്ചിലും ഒക്കെ. അന്നേക്കും രോഹിത് അകത്തേക്ക് കയറി വരും. അന്നേരം നീയായിരുന്നോ, നിൻ്റെ പനിയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ പനിയൊക്കെ മാറി എന്ന് പറയും. എന്നിട്ട് മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് നിൻ്റെ തലമുടിയൊക്കെ വെട്ടിയല്ലോ, സലൂണിൽ പോയായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം ഇല്ല, അലീന ചേച്ചിയാണ് വെട്ടിയത് എന്ന് പറയുമ്പോൾ ആര്, അലീന ചേച്ചിയോ, അവൾ എന്നോട്ടാണ് ക്ഷവരം തുടങ്ങിയത്, കാണിച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ, കോലം കണ്ടേച്ചാലും മതി എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുവാണ്. അന്നേരം രോഹിത് പറയും, ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞല്ലോ എന്നെ ഇപ്പോഴാണ് കാണാൻ ഭംഗിയെന്ന്, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളവർ അങ്ങനെ പറയും, ഇവിടെയുള്ള ഓരോരുത്തരും അവളെ പുകഴ്ത്താൻ വേണ്ടി പുറകെ നടക്കുവാണല്ലോ, ഒരു മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ജയിക്കും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ കലിപ്പ് മാറിയില്ലേ എന്ന് രോഹി ചോദിക്കും. അന്നേരം കലിപ്പ് മാറാനോ, അങ്ങനെ മാറണമെങ്കിൽ അവൾ ചത്ത് മണ്ണടിഞ്ഞു പോകണം, എങ്കിൽ പോലും എൻ്റെ ദേഷ്യം മാറിയല്ല, അതിന് കാരണമുണ്ട്, അവളാണ് ഈ കുടുംബം തകർത്തത് എന്ന് പറയും. അന്നേരം അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മയാണെങ്കിലും ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് തിരിച്ചു കയറി വന്നിട്ടല്ലേ ഉള്ളൂ, നേരാവണ്ണം നിൽക്കാൻ പോലും ആയിട്ടില്ലല്ലോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ എന്ന് വയ്ക്കുമ്പം അതിനൊക്കെ കാരണം ആരാടാ, അവൾ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. അവൾ ഈ കുടുംബത്തിലോട്ട് കയറി വന്നതിന് ശേഷം എന്തെങ്കിലും നല്ലത് നടന്നിട്ടുണ്ടോ? എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, കാല് വയ്യാതെ ഇരുന്ന അമ്മയുടെ കാല് വീണ്ടും ഒടിഞ്ഞ് വീണ്ടും വയ്യാണ്ടായി, അതുപോലെ നീ പീഡന കേസിൽ പെട്ടു, ബാലയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു, അങ്ങനെ എന്തെല്ലാം സംഭവിച്ചു. ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, കുടുംബത്തിൽ കയറി വന്നാൽ ആ കുടുംബം മുടിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം രോഹി പറയുന്നുണ്ട്, ഞാൻ ഇതിനൊന്നും അല്ല വന്നത്, അമ്മയോട് തർക്കിക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല, ഞാൻ കാരണം അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, ആശുപത്രി പോലും കിടക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി ക്ഷമ ചോദിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് ചെറിയൊരു അലിവ് വരുന്നുണ്ട് മുഖത്തേക്ക്, വൈജയന്തിയുടെ മുഖത്തേക്ക്. അന്നേരം വൈജയന്തി പറയും, അതൊന്നും സാരമില്ല, അത് കഴിഞ്ഞു പോയ കാര്യമില്ലേ, കുഴപ്പമില്ല എന്ന് പറയുമ്പം ആ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് വൈജയന്തിയുടെ കയ്യിൽ പിടിച്ചിട്ട് രോഹിത് പറയുവാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഇനി ക്ഷമ ചോദിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, എല്ലാവരും എന്നോട് ക്ഷമിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കും, നീ നിൻ്റെ അച്ഛനോട് ക്ഷമ ചോദിച്ചോ എന്ന്. അച്ഛനോട് ക്ഷമ ചോദിച്ചു എന്ന് പറയുമ്പം ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അവൾ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം രോഹി പറയും, ചേച്ചി പറഞ്ഞു എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ഇതെന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവൾ ഒറ്റ ഒരുത്തി കാരണം ഈ കുടുംബം തകർന്നത്, എന്നിട്ട് അവൾ ക്ഷമ ചോദിപ്പിക്കാൻ നടക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട് രോഹിയോട്, നീ ആരോടും ക്ഷമ ചോദിക്കാനൊന്നും നടക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല, ആണുങ്ങളായ ചെറിയ കുസൃതിയൊക്കെ കാണിക്കും, അത് അതിൻ്റെ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി, അല്ലാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റും മൊത്തം ചെയ്തത് അവൾ ഒറ്റ ഒരുത്തിയാണ്, അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട, പേടിക്കണ്ട, നീ വയ്ക്കൂ എന്നിങ്ങനെ പറയുവാണ്. പിന്നെ ഈ സാധനത്തിനോട് പറഞ്ഞാൽ നന്നാവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് രോഹി ഒന്നും മിണ്ടുന്നില്ല, വാതിൽ ഓർന്നങ്ങ് പോകാൻ തുടങ്ങിയിരിക്കും. വൈജയന്തി പറയുവാണ്, അവൾ നിനക്കും കൈവശം തരാനും മയക്കി കൂടെ നിർത്താനും ഒക്കെ ശ്രമിക്കും, കൃഷ്ണമോള് പണ്ടേ അവളുടെ കൂടെയാണ്, ബബിതയ്ക്കും കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അവൾക്കും ചെറിയ മാറ്റമുണ്ട്, ഇനി നിന്നെയായിരിക്കും അവൾ ലക്ഷ്യം വെക്കുന്നത്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാണ് വൈജയന്തി അവിടുന്ന് ഇറക്കി വിടുന്നത്. രോഹി ഒന്നും മിണ്ടുന്നില്ല, അവനിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോഴേ വാതിലും ക്ലോസ് ചെയ്യുന്നുണ്ട് വൈജയന്തി.
പിന്നീട് കാണിക്കുന്ന അലീനയാണ്. അലീന അടുക്കളയിൽ രാവിലത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരെ വയ്യ, ഭയങ്കര തലവേദനയുണ്ട് കേട്ടോ. അന്നേരമാണ് അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ വരുന്നത്. അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട്, തിളച്ച് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അലീന ചേച്ചി പാല് തിളച്ച് പോകുന്നു എന്ന് പറയും. അന്നേരം പെട്ടെന്ന് വന്നത് ഓഫ് ചെയ്യുന്നുണ്ട് അലീന. പക്ഷേ അലീനയ്ക്ക് തീരെ വയ്യ. അന്നേരം കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കും, എന്താ ഭയങ്കര ക്ഷീണം പോലെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഭയങ്കര തലവേദന, നല്ല ബോഡി പെയിനും ഉണ്ട്, പനിക്കാനാണെന്ന് തോന്നുന്നതെന്ന് പറയുമ്പം എങ്കിൽ ഞാൻ അച്ഛനോട് പറയട്ടെ, ഡോക്ടറെ വിളിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു ബോഡി പെയിനേ ഉള്ളൂ, നീ എനിക്കൊരു ബാം എടുത്ത് തന്നാൽ മതി, ഭയങ്കര തലവേദന അതാ സഹിക്കാൻ മേലാത്തതെന്ന് പറയുമ്പോൾ ഞാൻ ബാം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുക. അന്നേരമാണ് ബബിത അങ്ങോട്ട് വരുന്നത്. അന്നേരം ആർക്കും ഇവിടെ പനിക്കോള് എന്ന് ചോദിക്കുമ്പം അലീന ചേച്ചിക്ക് ചെറിയ പനിക്കോള് പോലെ ഉണ്ട്, ഞാൻ ബാം എടുക്കാൻ പോവാണ് എന്ന് പറയും. അന്നേരം ബാം എടുക്കാനാണെങ്കിൽ നീ എൻ്റെ റൂമിൽ നിന്ന് എടുത്തു, അവിടെ ഇരിക്കുന്ന ബാം നല്ലതായെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ബബിത വന്നിട്ട് അലീനയോട് ചോദിക്കും, പനി പിടിപ്പിച്ചോ, എവിടുന്നാ പനി പിടിപ്പിച്ചത്, എന്നിട്ടാണോ ഇവിടെ വന്ന് നീ പണിയെല്ലാം എടുക്കുന്നത്, ഇനി ഇവിടെയുള്ളവർക്കെല്ലാം പനി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണമോൾ ചോദിക്കും, ഇതിപ്പോൾ ഭയങ്കര കഷ്ടമായാലോ, ഒരാൾക്ക് അസുഖം വന്നു കഴിയുമ്പോൾ അതിനും കുറ്റപ്പെടുത്തുവാണോ എന്ന് ചോദിക്കും. എന്നിട്ട് നീ ബാം എടുക്കാൻ പോയതല്ല, നീ ബാം എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയും. എന്നിട്ട് അലീനയോട് പറയും, ഇനി ഇവിടെ നിന്ന് പണിയൊന്നും എടുക്കണ്ട, പോയി എല്ലായിടത്തും കിടക്കാൻ നോക്ക്, ഇനി ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ആകുമെന്ന് പറയുമ്പം ഇപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആവുമല്ലോ, അത് കഴിഞ്ഞ് പോയി കിടന്നാൽ അത്രയും ആകിയല്ലേ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറയുമ്പം അതെന്താ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ലേ, പറഞ്ഞത് മനസ്സിലായില്ലേ, പോയി എവിടെയെങ്കിലും പോയി കിടക്കാൻ നോക്കുക എന്ന് പറയും. അന്നേരം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അലീനയ്ക്ക്. അലീന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇനി പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിൽ അച്ഛനെ വിളിക്കാം, ഇനി അച്ഛനെ വിളിച്ചാലേ ഈ ഒരു അടുക്കളയിൽ നിന്ന് പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇത്തിരി ദേഷ്യമുണ്ട്. എന്നാൽ ആ ദേഷ്യത്തിൽ തന്നെ ഒരു സ്നേഹമുണ്ട്, ആ രീതിയിൽ പറയുവാണ്. അലീനയ്ക്കത് മനസ്സിലാവുന്നുണ്ട്. അലീന ഇങ്ങനെ പയ്യെ നടന്നു വരും. അത് കഴിഞ്ഞിങ്ങനെ ഒന്നുകൂടെ തിരിഞ്ഞിങ്ങനെ ബബിത നോക്കുക. അന്നേരം എന്തേ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അലീന അവിടെ നിന്ന് പോരുന്നു, നേരെ റൂമിൽ പോയി കിടക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിയുമ്പം ബബിത നേരെ ബാലേന്ദ്രൻ്റെ അടുത്തില്ല. അന്നേരം ബാലേന്ദ്രൻ എന്തൊക്കെയോ കടകളിലെ കാര്യമൊക്കെ സംസാരിച്ചിങ്ങനെ ഇത്തിരി ടെൻഷനോടെ ഇരിക്കുന്ന സമയമാണ്. അന്നേരം വന്നിട്ട് എന്നതായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതോ അതൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. അത് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, ഈ ചോദിച്ചത് ബബിതയാണല്ലോ എന്ന്. അന്നേരം നീ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താ സംഭവം എന്ന് ചോദിക്കും. അന്നേരം അതെന്താ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ മേലെ, അച്ഛനോടൊന്നും ചോദിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാം, നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുവാണ്. ഇതെല്ലാം ഭയങ്കര അത്ഭുതത്തോടെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം അതേ അച്ഛൻ്റെ പുന്നാര മോള് പനി പിടിച്ച് അവിടെ കിടപ്പുണ്ട് എന്ന് പറയുക. അന്നേരം ആര്, കൃഷ്ണമോളോ എന്ന് ചോദിക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരം അയ്യോ, ഞാനും കൃഷ്ണമോളും ഒക്കെ രണ്ടാം തരക്കാരല്ലേ, അച്ഛൻ്റെ പുന്നാര മോള് ഇങ്ങനെ അച്ഛാന്ന് വിളിക്കുമ്പോൾ വായിന്ന് തേൻ വരുന്ന ഒരാളില്ലേ, അയാളാണ് എന്ന് പറയുവാണ്. അന്നേരം അലീനയോ, അലീനയ്ക്ക് പനിയാണോ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അത് പനിയൊന്നും അല്ല, നീ കള്ളത്തരം കാണിക്കുന്ന, പണി എടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതാ എന്ന് പറയുമ്പം അച്ഛൻ എനിക്കുമ്പോൾ ദേഷ്യം വരുവേ, പനിയാണ്, അത് മിക്കവാറും മോൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കും, അതുകൊണ്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് മരുന്ന് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ നോക്കുക എന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പം അച്ഛനെ പറ്റിയില്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ അങ്ങനെയാണോ, എങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറയുവാണ്. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന ബബിത തിരിച്ചു വന്ന് ബാലേന്ദ്രൻ്റെ അടുത്തിരുന്നിട്ട് ആ വയറിനിട്ട് ഒരു കുത്തു കൊടുക്കും. എന്നിട്ട് അച്ഛാ ഒരുപാട് അങ്ങ് കളിയാക്കണ്ട കേട്ടോ, ഈ വയറ് ഞാൻ കുത്തി അങ്ങ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തും കൊടുത്തിട്ട് എഴുന്നേറ്റ് പോവുക. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കാരണം ബബിതയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഇതുവരെ ഇല്ലായിരുന്നു. അവൾ ആ റൂമിൽ പോകുന്നു, ഫോൺ നോക്കുന്നു, കിടക്കുന്നു, അവളുടെ ആവശ്യങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അച്ഛനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഇതുവരെ ബബിതയ്ക്കില്ലായിരുന്നു. അവളിലെ മാറ്റവും ബാലേന്ദ്രനിൽ ഒരുപാട് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന ബബിത അടുക്കളയിൽ വന്ന് പാത്രമൊക്കെ കണ്ടുപിടിച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കും. എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കി ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് കൃഷ്ണമോള് അങ്ങേയറ്റത്തെ കബോർഡിൽ ചുക്ക് കാപ്പി ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ചക്കര ഇരിപ്പുണ്ട്, അത് രണ്ടും കൂടി ഇതിൻ്റെ അകത്തിട്ടാൽ ഇത് ചുക്ക് കാപ്പി ആയി കിട്ടും എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുക. അന്നേരം ബബിത കൃഷ്ണമോളോട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, കാപ്പി ഇടാനൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു. നിന്നോട് ബാം എടുത്തുകൊണ്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്, അത് നീ ആദ്യം ചെയ്യും, എന്നിട്ട് കൊണ്ടുപോയി പരട്ടി കൊടുക്കുക എന്ന് പറയുവാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് പോയി കഴിയുമ്പോൾ ബബിത വീണ്ടും ഫോൺ എടുക്കും. എന്നിട്ട് ഗൂഗിൾ ചെയ്യുക, ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതായിരിക്കാം. അന്നേരം കൃഷ്ണമോൾ പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പൊടി ഇരിക്കുന്നത് എവിടെയാണെന്ന് അതിൻ്റെ അകത്ത് കാണിച്ചു തരില്ല കേട്ടോ എന്ന്. അന്നേരം നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് കൃഷ്ണമോളെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി അലീനയുടെ റൂമിലേക്ക് വരാൻ തുടങ്ങുക. ഈ സമയം കൃഷ്ണമോൾ അലീനയുടെ റൂമിൽ ചെന്നായിരുന്നു. അലീന ഇപ്പോഴും ആ തറയിൽ തന്നെയാണ് കിടക്കുന്നത്. അത് കാണുമ്പം ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോൾക്ക്. ഇതെന്തൊരു കഷ്ടമോ, ഇപ്പോഴും തറയിൽ തന്നെ കിടക്കുവാണോ, എന്നിട്ട് തറയിൽ കിടന്നിട്ട് പനി കൂടാനാണോ മര്യാദയ്ക്ക് എഴുന്നേറ്റ് ആ കട്ടിലേക്ക് കിടക്കുക എന്ന് പറയും. അന്നേരം വേണ്ട മോളെ, അത് മുത്തശ്ശിയുടെ കട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പം
അതിന് മുത്തശ്ശി ഇനിയിപ്പോൾ എപ്പം ഇങ്ങോട്ട് വരാനാ, അതുകൊണ്ട് ആ കട്ടിലേക്ക് കയറി കിടക്കുക. അല്ലെങ്കിൽ തന്നെ അച്ഛൻ പറഞ്ഞല്ലായിരുന്നോ ആ കട്ടിലേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ കട്ടിൽ മേടിച്ച് തരാമെന്ന്. അതും അലീന ചേച്ചി സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, ഓ ഞാൻ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ ഇനി അച്ഛനെയോ ബബിത ചേച്ചിയോ വിളിക്കാം എന്ന്. അന്നേരം അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ സ്നേഹമൊക്കെ ഷെയർ ചെയ്ത് പോകുമല്ലേ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ എന്നിങ്ങനെ പരിഭവം പോലെ പറയുവാണ്. അന്നേരം എനിക്ക് പനിയായിട്ട് കിടക്കുക, അന്നേരം അവളുടെ ഒരു കുശുമ്പ് എന്ന് പറയുന്നുണ്ട് അലീന. എന്തായാലും ഇവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും ബബിത അങ്ങോട്ടേക്ക് ചുക്ക് കാപ്പിയായിട്ട് വരും. എന്നിട്ട് രണ്ടുപേരോട് ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ കുറേ തവണ പറഞ്ഞു കട്ടിലേന്ന് തറയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് കിടക്കാൻ, കേൾക്കുന്നില്ല എന്ന് പറയുമ്പം അതെന്താ അങ്ങനെ കേൾക്കാതെ, എഴുന്നേറ്റ് ഈ കട്ടിലേക്ക് കിടന്നേ എന്നിങ്ങനെ പറയുവാണ്. ബബിതയ്ക്ക് ഇത്തിരി കമാൻഡിങ് പവർ കൂടുതലാണെന്ന് തോന്നുന്നു. കേട്ടതേ പയ്യെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ് അലീന. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, ഓ പറയുമ്പോൾ എന്നാ സ്നേഹം അച്ഛനും മോൾക്കും, എന്നിട്ട് മോൾക്കൊരു കട്ടിൽ റെഡിയാക്കാൻ ഇതൊരു അച്ഛന് സാധിച്ചില്ലേ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. എന്തായാലും അലീന എഴുന്നേറ്റ് വരുന്നു. എഴുന്നേറ്റ് വന്നിങ്ങനെ നിൽക്കുമ്പം കട്ടിലേക്ക് ഇരിക്കാൻ ഒരു മടി. അന്നേരം പോയിരിക്കേ എന്ന് പറയുന്നുണ്ട് ബബിത. ഏതായാലും അലീന കട്ടിലിൻ്റെ അടുത്തേക്ക് വന്ന് എഴുന്നേക്കും ബബിത ഉണ്ടാക്കിയ ചുക്ക് കാപ്പിയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ് ആ ഗ്ലാസ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ് കൃഷ്ണമോളെ പറഞ്ഞു വിടും. എന്നിട്ട് ബാം മേടിച്ച് അലീനയുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കാണുന്ന കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതായാലും ബാമൊക്കെ പരട്ടി കൊടുത്ത് കട്ടിലെ കയറ്റി കിടത്തി കാലയിലൊരു പുതപ്പൊക്കെ ഇട്ട് പുതപ്പിച്ച് നേരാവണ്ണം കിടത്തും. അന്നേരം അലീനയ്ക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരുമോ, കണ്ണ് നിറഞ്ഞു വന്നുണ്ട്. അന്നേരം എന്താ പറ്റിയ, കണ്ണ് നീറുന്നുണ്ടോ, എങ്കിൽ കണ്ണടച്ച് കിടന്നോ, ബാമിൻ്റെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നുമല്ല, ബബിത ഈ സ്നേഹം കാണിക്കുന്നതിൻ്റെ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് അലീനയ്ക്ക്. അലീന ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയുമ്പോൾ എന്താ അനങ്ങാണ്ട് കിടന്നാൽ മതി, ഡോക്ടർ വന്ന് നോക്കിയിട്ട് നമുക്ക് മരുന്ന് മേടിക്കാം, കണ്ണടച്ച് കിടന്നോ എന്ന് പറഞ്ഞിങ്ങനെ അടുത്തിരിക്കുന്നു. അലീനയ്ക്ക് സങ്കടം വരുന്നുണ്ട്. കണ്ണ് അടയ്ക്കുമ്പം കണ്ണ് നിറഞ്ഞു ഒഴുകുവാണ് അലീനയുടെ. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോള് റൂമിലേക്ക് പോകുമ്പോഴാണ് റൂമിൽ നിന്ന് വൈജയന്തി ഇറങ്ങി വരുന്നത് കാണുന്നത്. പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല, നേരെ പോകാൻ തുടങ്ങുന്നു. അന്നേരം സ്വന്തം തള്ളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്ന് നോക്കാൻ പോലും പറ്റിയില്ലടി, അത്രയ്ക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പം അമ്മേ ഇപ്പം ഒരു യുദ്ധത്തിനുള്ള സമയം എനിക്കില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ എപ്പോഴും നിന്നോട് വഴക്കിന് വരുവാണോ എന്ന് ചോദിക്കും. അന്നേരം അല്ല അമ്മ ഈ ചോദിച്ചതിനൊക്കെ ഞാൻ വ്യക്തമായ മറുപടി തന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല എന്ന് പറയും. അതെന്താടി അങ്ങനെ എന്ന് ചോദിക്കുവാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ എല്ലാവരെയും മുൻകൂട്ടി വിലയിരുത്തും, ആ രീതിയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പം അമ്മ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ വില വച്ചില്ല എന്ന് പറഞ്ഞാൽ അമ്മ അതിനും വഴക്കുണ്ടാക്കാൻ വരും. പിന്നെ എങ്ങനെയാണ് അമ്മയോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. അത് മനസ്സിലാകുന്ന കൃഷ്ണമോളെ എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അന്നേരം എന്താ ഇവിടെ ഇന്ന് ഭയങ്കര ബഹളം വെച്ച് വയ്ക്കുക, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുവാണ് വൈജയന്തി കൃഷ്ണമോളോട്. അന്നേരം അതോ അമ്മയുടെ മോള് ഇന്ന് ആദ്യമായിട്ട് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതിൻ്റെ ആയിരുന്നു ആ ഒച്ചയും ബഹളമൊക്കെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അതിൽ അലീനയ്ക്ക് പനിയാണെന്നും അതുകൊണ്ട് ബബിതയാണ് അടുക്കളയിൽ കയറിയതെന്നും ഒക്കെ അറിയുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാ, അവൾക്ക് പരീക്ഷയില്ല, അവൾക്ക് പോയിരുന്ന് പഠിച്ചാൽ പോരെ, അല്ലാതെ വീട്ടിലെ വേലക്കാരിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കുവാണ് അവൾ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഏതായാലും കൃഷ്ണമോള് പോയി ഇങ്ങനെ അലീനയ്ക്ക് പനിയാണ് എന്നുള്ള കാര്യം രോഹിത്തിനോട് പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് അലീനയുടെ റൂമിൽ വരികയും അലീനയെ പിടിച്ചെഴുന്നേപ്പിച്ച് ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബബിത അലീനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ബാലേന്ദ്രൻ ഒരു പരിഭവം പോലെ പറയുവാണ്, ഞാനും ഇവിടെ ഹാർട്ട് അറ്റാക്കായിട്ട് കിടന്നായിരുന്നു, ആരും നോക്കാനില്ലായിരുന്നു എന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും മക്കൾ 3 പേരും ഒരുമിച്ച് നിന്ന് അലീനയെ ശുശ്രൂഷിക്കുന്നു. ഇതോടെ വൈജയന്തി കണ്ടിട്ടുണ്ടെങ്കിൽ വൈജയന്തിക്ക് അടുത്ത ഹാർട്ട് അറ്റാക്ക് വല്ലതും വരും. ആ രീതിയിലാണ് മക്കൾ 3 കൂടെ അലീനയുടെ ഇടവും വലവും നിന്ന് അലീനയെ പരിചരിക്കുന്നത്. എന്തായാലും അതും ഒരു നല്ല എപ്പിസോഡാണ്, നമുക്ക് കാത്തിരിക്കാം.